മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് നടത്തിയ ഒരു പ്രസംഗത്തിലെ രണ്ട് വിഷയങ്ങൾ എടുത്തുവെച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്ന്, അദ്ദേഹം തൃശ്ശൂരിലെ BJPയുടെ ജയത്തെക്കുറിച്ച് പറയുന്നു. രണ്ട്, മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുന്നു. തൃശ്ശൂരിലെ BJPയുടെ ജയത്തെ അദ്ദേഹം ഗൗരവമായി കാണണമെന്ന് പറയുന്നുണ്ട്. BJP ജയിച്ചതിൽ ചിലർ ചിന്തിക്കണം, അവർ സ്വീകരിച്ച നിലപാട് ശരിയാണോ എന്ന്. BJPക്ക് എല്ലാ കാലത്തും നേടാൻ കഴിയുന്ന വോട്ടുകളുണ്ടായിരുന്നു. പക്ഷേ കേന്ദ്ര ഇടപെടലിലൂടെ ചില വിഭാഗങ്ങളെ തൃശ്ശൂരിൽ വിജയത്തിനായി BJP സ്വാധീനിച്ചു. ഈ വിഭാഗങ്ങളുടെ നേതൃത്വവുമായി BJP ചർച്ച നടത്തിയത് രഹസ്യമല്ല. ചർച്ചയിലൂടെ പരസ്പര ധാരണയുണ്ടാക്കി. ഇനിയെങ്കിലും ചെയ്തത് ശരിയാണോ എന്ന് ഇത്തരം ആളുകൾ ആലോചിക്കണമെന്ന് അദ്ദേഹം പറയുകയാണ്. അത് എന്തുകൊണ്ട് എന്നുള്ളത് അല്പം ലീഗിൻ്റെ കാര്യം കൂടെ പറഞ്ഞ ശേഷം വിശദമായി പറയാം. ലീഗിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ലീഗിൻ്റെ മുഖം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ലീഗിൻ്റെ മുഖം നഷ്ടപ്പെട്ടു. ലീഗിൻ്റെ മുഖം ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും മുഖമായി. അതിനോട് കോൺഗ്രസിന് എതിർപ്പില്ലായിരുന്നു. കൂട്ടുകൂടാൻ പാടില്ലാത്തവരുമായി ലീഗ് കൂട്ടുകൂടി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്നുകൂടി അദ്ദേഹം പറഞ്ഞു പോവുകയാണ്. മൂന്നാമത് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇടതുമുന്നണി തോറ്റത് ഇടതുമുന്നണിയുടെ കുഴപ്പം കൊണ്ടല്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. കേന്ദ്രത്തിൽ LDF സർക്കാരല്ല, അതായത് LDFന് സ്വാധീനമുള്ള സർക്കാരല്ല വരാൻ പോകുന്നതെന്ന ചിന്ത, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ്സിന് അനുകൂലമായി വോട്ട് ചെയ്തത്, അല്ലാതെ ജനവികാരം LDFനെതിരല്ല എന്നുകൂടി അദ്ദേഹം പറയുകയാണ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ കേന്ദ്രത്തിൻ്റെ അവഗണനയും കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ക്ഷേമ പെൻഷനും DA ഒക്കെ ഉടൻ നൽകും എന്നൊക്കെയുള്ള കാര്യങ്ങളും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രസംഗത്തിൽ. ഈ 4 വോട്ടിന് വേണ്ടിയല്ല ഇടതുപക്ഷത്തിൻ്റെ വികസന പരിപാടികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിൽ BJPയും കോൺഗ്രസും ഒറ്റക്കെട്ടാണ്. ജനവിധിക്ക് കാരണം സർക്കാർ വിരോധമല്ല എന്ന് അദ്ദേഹം കൃത്യമായി പറയുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്താണ് യഥാർത്ഥത്തിൽ ജനവിധിക്ക് കാരണം എന്നുള്ളത് ഇനി ജനങ്ങൾ തന്നെ ചിന്തിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും തിരുത്തലുകൾ വരുത്തുമെന്ന പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ തൊട്ട് പറഞ്ഞു പോയതിന് പിന്നാലെയാണ് സർക്കാരിനെതിരല്ല ജനവിധി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ ശക്തമായൊരു പൊതുവേദിയിൽ നിന്നുകൊണ്ട് പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് പറഞ്ഞതുപോലെ ഈ ഒരു മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ ആകത്തുക ഒന്ന്, BJPക്ക് വോട്ട് ചെയ്യുന്നത് തെറ്റാണ് എന്ന് അദ്ദേഹം ക്രൈസ്തവ വിഭാഗങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഫലത്തിൽ ചെയ്തിരിക്കുന്നത്. അതിന് കേന്ദ്ര ഇടപെടൽ അതിൽ കാരണമായി എന്നൊക്കെ പറയുന്നുണ്ട്. ഒരുപക്ഷെ ഡൽഹി ലഫ്റ്റനൻറ്റ് ഗവർണർ നേരത്തെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇവിടെ സഭാ ആസ്ഥാനത്തൊക്കെ എത്തി സന്ദർശനത്തെക്കുറിച്ചായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത്. സഭകളെ ഭീഷണിപ്പെടുത്തി വോട്ട് ചെയ്തു, അത് തെറ്റാണ്, ഇനിയെങ്കിലും തിരുത്തണം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ജനം തിരുത്തട്ടെ, സഭകൾ അതിന് മറുപടി പറയട്ടെ. രണ്ട്, ലീഗിൻ്റെ മുഖം മാറി എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ ഈ പിണറായി വിജയൻ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് പറയാൻ കഴിയുന്നത്? കഴിഞ്ഞ ഒരു 6 മാസത്തിന് മുൻപ് വരെ നടത്തിയ ലീഗിനെ പുകഴ്ത്തലായിരുന്നു CPMൻ്റെ പ്രധാന അജണ്ടകളിലുള്ളത്. അതായത് മലബാറിൽ എങ്ങനെയെങ്കിലും ലീഗിനെ കൂടി എത്തിച്ചാൽ ഇനി കേരളത്തിൽ എല്ലാ കാലത്തും ഭരണം ലഭിക്കും എന്നുള്ള ധാരണ പ്രകാരമായിരുന്നു ഒരു 6 മാസം മുമ്പ് വരെയുള്ള CPM നേതാക്കളുടെ പ്രസ്താവനയിൽ നിന്ന്. ലീഗ് അങ്ങനെ ചെയ്യരുത്, ലീഗ് കോൺഗ്രസിനോട് കൂട്ടുകൂടരുത്, എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഒടുവിൽ ഇപ്പോൾ ഇതാ ലീഗ് വീണ്ടും വർഗീയമായി മാറിയിരിക്കുകയാണ്. CPMന്, പിണറായി വിജയന് ലീഗ് SDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും മുഖമായി മാറി എന്ന് പറയുമ്പോൾ ഇത് ആരാണ് പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഇതേ ജമാഅത്തെ ഇസ്ലാമിയുമായും SDP-യുമായി ചേർന്ന് പത്തനംതിട്ട നഗരസഭ, കോട്ടാങ്ങൽ പഞ്ചായത്ത്, അങ്ങനെ പലയിടങ്ങളിൽ ഭരണത്തിലിരിക്കുന്ന അല്ലെങ്കിൽ പിന്നിൽ നിന്നുകൊണ്ട് പുറകിൽ നിന്നുകൊണ്ടൊക്കെ കൂട്ടുകെട്ട് ഭരണം നടത്തുന്നവരാണ് ഇടതുമുന്നണി എന്ന യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ് ഈ ഇപ്പുറത്തൂടെ ഉപദേശം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്നത് എന്നുള്ളതാണ് ഇതിലേറ്റവും കൗതുകകരമായിട്ടുള്ള. ഒരു പരിധിവരെ ആളുകളെ വിഡ്ഢിയാക്കുന്ന പ്രസ്താവന എന്ന് തന്നെ ഇതിനെ വിലയിരുത്തേണ്ടി വരും. അങ്ങനെ വിലയിരുത്താനാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. രണ്ട്, സഭകൾ എന്ത് തീരുമാനിക്കുന്നു? സഭകൾക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് CAA അടക്കമുള്ള വിഷയങ്ങളിൽ CAA കേരളത്തിൽ നടപ്പാവില്ല എന്നൊക്കെ ആഞ്ഞടിച്ച് ഡയലോഗ് അടിച്ച് നടന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാരാണ് ഫലത്തിൽ CAA നടപ്പാക്കുന്നത് എന്ന് വ്യക്തമായപ്പോൾ പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. CAA നടത്തി, മുസ്ലിം പ്രീണനം നടത്തി, ആ വിഭാഗത്തിൻ്റെ വോട്ട് തേടാനുള്ള ശ്രമമാണ് നടത്തിയത്. സഭകൾ മറിച്ച് BJPയോട് ഏതെങ്കിലും ഘട്ടത്തിൽ ചേർന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് കുറ്റം പറയാൻ കഴിയുക? നിങ്ങളൊരു പ്രീണന രാഷ്ട്രീയവുമായി മുന്നോട്ട് പോകുന്നു, ആ സമയത്ത് മറ്റുള്ളവർക്ക് അവരുടെ ഇഷ്ടത്തിന് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ലേ? ലീഗിൻ്റെ പിന്നാലെ നടക്കുന്നു, ലീഗ് വേണ്ടെന്ന് വെക്കുന്നു, ഒടുവിൽ ലീഗിനെ കുറ്റം പറയുന്നു. ഇതിലെല്ലാം കൗതുകകരമായുള്ളത് തോൽവിക്ക് കാരണം
ഭരണവിരുദ്ധ വികാരമാണെന്ന് വിവിധ ജില്ലാ കമ്മിറ്റികളടക്കം വലിയ അഭിപ്രായങ്ങൾ പറഞ്ഞു നിൽക്കുമ്പോൾ CPI-യിലടക്കം വലിയ അഭിപ്രായമുള്ളപ്പോൾ തോൽവിക്ക് കാരണം അതല്ല എന്ന് കൃത്യമായി പറയുകയാണ്. അതായത് പാർട്ടിക്കുള്ളിൽ തനിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒളിയമ്പുകൾ ആരെങ്കിലും എയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും നീക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി എന്ന് കൃത്യമായി പറയുകയാണ് കോഴിക്കോട്ടെ വേദിയിൽ പിണറായി വിജയൻ ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതായത് സർക്കാർ മുൻഗണനാ ക്രമത്തിൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് CPM സംസ്ഥാന സമിതിയിലടക്കം അഭിപ്രായങ്ങൾ ഉയർന്ന വാർത്ത വന്നിട്ട് ദിവസങ്ങളായി. CPM സംസ്ഥാന സമിതിയിൽ ഇതിനൊന്നും മറുപടി നൽകാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായിട്ടില്ല എന്നുള്ളതായിരുന്നു വാർത്തകൾ വന്നിരുന്നത്. പക്ഷേ അപ്പോൾ തന്നെ നമ്മൾ ചെയ്ത വീഡിയോയിൽ കൃത്യമായ സംശയം ഉന്നയിച്ചിരുന്നു. CPM സംസ്ഥാന സമിതിയിൽ പിണറായി വിജയനെ വിമർശിക്കാൻ, അതായത് പിണറായി വിജയൻ കൊണ്ടുവന്ന നേതാക്കളുള്ള സംസ്ഥാന സമിതിയിലും സെക്രട്ടേറിയറ്റിലും, അതായത് സീനിയർ നേതാക്കൾ, ഇപ്പോൾ G. സുധാകരൻ ഒക്കെ മാറ്റി നിർത്തിയാൽ, അദ്ദേഹം ഒന്നും സെക്രട്ടേറിയറ്റ് മെമ്പർ ആയിട്ടില്ല, അദ്ദേഹം മാറി നിൽക്കുകയാണ് ചെയ്തത്. അത്തരം ആളുകളെ മാറ്റി നിർത്തിയാൽ പിന്നെ ആരാണ് പിണറായി വിജയനെ വിമർശിക്കുക എന്ന ചോദ്യം ബാക്കിയാണ്. അവിടെയാണ് മാധ്യമങ്ങളിൽ വാർത്ത വന്നത്, മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം, പക്ഷേ മുഖ്യമന്ത്രി മറുപടി നൽകിയില്ല എന്നൊക്കെയുള്ളത്. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വന്നതിന് പിന്നാലെ പിണറായി വിജയൻ ഒന്നുകൂടി പുറത്തു വന്ന് അജയ്യനായി പറയുകയാണ്, താൻ അങ്ങനെ എന്തെങ്കിലും തന്നെ ഇതൊന്നും ഏശിയിട്ടില്ല എന്ന് കാണിക്കാൻ പിണറായി വിജയൻ ശ്രമിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് തോൽവി അടക്കം കേന്ദ്രത്തിലെ സർക്കാർ ഉണ്ടാക്കാൻ പോകുന്ന കോൺഗ്രസ്സാണ്. അതിനനുകൂലമായൊരു ജനവിധി, അല്ലാതെ സർക്കാർ വിരുദ്ധമല്ല ജനങ്ങൾ, ഇടത് വോട്ടുകൾ അതേപടി അവിടെ നിൽക്കുന്നുണ്ട് എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് പിണറായി വിജയൻ. തീർച്ചയായും CPM-ൻ്റെ അണികളടക്കം വലിയ രോക്ഷമുണ്ട്, ഈ സർക്കാരിനെതിരെ വലിയ വിമർശനമുണ്ട്. പാർട്ടി കേഡർ വോട്ടുകൾ ചോർന്ന സാഹചര്യത്തിൽ പിണറായി വിജയൻ്റെ ഈ നിലപാട് ഫലത്തിൽ ഇനിയൊരു തിരുത്തൽ നടപടിയിലേക്ക് താനില്ല എന്ന് പച്ചയ്ക്ക് പറയുന്നതാണ് ഈ കോഴിക്കോട്ടെ വേദി. ആ നിലയിൽ പ്രസക്തമാണ്. രണ്ട് ലീഗിനെയും സഭകളെയും വിമർശിക്കാൻ പിണറായി വിജയൻ എന്ത് ധാർമ്മികതയാണ് ഉള്ളത് എന്ന ചോദ്യവും ഈ പ്രസംഗം കേൾക്കുമ്പോൾ ബാക്കിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിൽ സഭകളുടെയും ഒപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെയൊക്കെ പ്രതികരണമാണ് വരാനുള്ളത്. അത് വന്നുകൊണ്ടിരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വളരെ പ്രസക്തമായ ഒരു പ്രസ്താവന പിണറായി വിജയൻ നടത്തുമ്പോൾ CPM നേതാക്കൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും, പ്രതിപക്ഷത്തുള്ള കോൺഗ്രസിൻ്റെ നിലപാട് എന്ത് എന്നതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഒരു കാര്യം പറഞ്ഞു വെക്കുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഒപ്പം തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം, നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്തിടണം. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തുന്നത്. ഇത് രാഷ്ട്രീയ വിഷയമല്ലേ, അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം നിങ്ങൾ കൂടി പറയണം എന്ന് താല്പര്യപ്പെടുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി. ബൈ ബൈ.